മക്കളും എന്നോടൊന്നും പറഞ്ഞില്ല. മക്കളുടെ അടുത്ത് ഞാനിപ്പോൾ നാട്ടിൽ വന്ന് ചോദിച്ചോ പറഞ്ഞ് എന്തുകൊണ്ട് അച്ഛനോട് ഇതൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ കൊന്നുകളയുമെന്ന് പറഞ്ഞു. അച്ഛനോട് പറഞ്ഞാൽ കൊന്നുകളയും, അച്ഛൻ അറിയുമ്പോൾ അറിഞ്ഞോട്ടെ എന്നമ്മ പറഞ്ഞു. ആരുടെ കൂടെയാണ് നിൽക്കുന്ന, കമൽരാജിൻ്റെ കൂടെയാണ് നിൽക്കുന്നതൊക്കെ അച്ഛൻ അറിയുമ്പോൾ അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. ഹാപ്പി ആയിരുന്നു. ആ സമയത്തും ഭാര്യ കാമുകനുമായിട്ട് കണക്ഷനാണ് എൻ്റെ. അതെ, ഈ പ്രവാസികളുടെ ഭാര്യമാരുടെ അവിഹിത ബന്ധങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ ഇടയ്ക്കിടെ കേൾക്കാറുണ്ട് അല്ലെ. ഒരു സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണിത്. ഈ നാടും വീടും വിട്ട് കുടുംബം പോറ്റാൻ വേണ്ടി വിമാനം കയറുന്ന എല്ലാ പ്രവാസികൾക്കും ഒട്ടും താങ്ങാൻ പറ്റാത്തൊരു കാര്യമാണ് അല്ലെ ഭാര്യയുടെ അവിഹിതം എന്ന് പറയുന്നത്. എന്തായാലും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത്തരത്തിലൊരു വിഷയമാണ്. കേവലം അവിഹിതം എന്നതിലപ്പുറം ഒരു പ്രവാസി വഞ്ചിക്കപ്പെട്ടു എന്നുള്ളടത്താണ് ഞാൻ ഇൻസിഡന്റ് റിയാക്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ഒരുപാട് പേർ നേരിടുന്ന ഒരു പ്രശ്നമാണ്, അതുകൊണ്ട് തന്നെ പറയാതെ പോകരുത് എന്ന് തോന്നി. പിന്നെ വിരലിൽ എണ്ണാവുന്ന ചില പെണ്ണുങ്ങൾ ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് പ്രവാസിയുടെ ഭാര്യയാണ് എങ്കിൽ പോക്കാണെന്നുള്ള രീതിയിൽ എല്ലാ പ്രവാസിമാരുടെ ഭാര്യമാരും ജനറലൈസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതും ഒരുപാട് പേർക്ക് വിഷമം ഉണ്ടാക്കുന്ന സംഗതിയാണ്. അതും കൂടി വീഡിയോയിൽ അഡ്രസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. രാജേഷ് കുമാർ എന്ന് പറയുന്ന ഒരു പ്രവാസിയാണ് തന്റെ ഭാര്യ തന്നെ വഞ്ചിച്ചു എന്ന ആരോപണവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. നാട്ടിൽ സാധാരണ ഒരു ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നതിനടുക്ക് ഒരു വീട് വെക്കുക എന്ന സ്വപ്നവുമായിട്ടാണ് പുള്ളിക്കാരൻ ഗൾഫിലേക്ക് പോയിട്ടുള്ളത്. അങ്ങനെ കഴിഞ്ഞ 10 വർഷമായിട്ട് രാജേഷ് ഗൾഫിൽ ജോലി ചെയ്തു വരികയാണ്. അതിനിടയിൽ വീട് വാങ്ങിക്കാനായിട്ട് രാജേഷ് അയച്ചു കൊടുത്ത 30 ലക്ഷം രൂപയുമായിട്ട് മക്കളുടെ ഡാൻസ് മാസ്റ്ററുടെ കൂടെ ഭാര്യ ഒളിച്ചോടി പോയി എന്നുള്ളതാണ് രാജേഷ് ആരോപിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാജേഷും ഭാര്യയും രംഗത്ത് വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് എന്താണ് രാജേഷിന് പറയാനുള്ളതെന്ന് നോക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നാട്ടിലായിരുന്നു, വൈഫുമായിട്ടും കുട്ടികളുമായിട്ടും നാട്ടിൽ സെറ്റിലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വാടക വീട്ടിലാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. സ്വന്തമായ ഒരു വീട് മേടിക്കണം അല്ലെങ്കിൽ സ്വന്തമായ ഒരു വീട് വേണം എന്നുള്ളൊരാഗ്രഹം 2 പേർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തീരുമാനിച്ചു ഇവിടെ നിന്നാൽ അത് നടക്കത്തില്ല, ഗൾഫിൽ പോയി 10 കാശുണ്ടാക്കാം, അങ്ങനെ ഒരു വീട് മേടിക്കാം. അങ്ങനെയാണ് ഞാൻ ഗൾഫിൽ പോകുന്നത് 2014. ഈ 2014 പോയിട്ട് ഈ 24 വരെയുള്ള എൻ്റെ സമ്പാദ്യം മൊത്തം ഈ വീടിന് വേണ്ടിയിട്ടെന്നും പറഞ്ഞ് ഞാൻ എൻ്റെ വൈഫിൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ടോട്ടലി ഞാൻ 30 ലക്ഷം രൂപ ഞാൻ അയച്ചു. ചതിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞ ഈ മാർച്ച് 24-ാം തീയതി നമ്മളെ വീടും പെരേടവും നമ്മുടെ പേരിന് എഴുതുകയാണ്. അതിനെ തുടർന്ന് ഞാൻ മാർച്ച് 22-ാം തീയതി കയറി വരികയാണ് ചെയ്തത്. വീട് എഴുതുകയല്ലേ എന്ന് വിചാരിച്ച് കയറി വരുമ്പോഴാണ് വൈഫും കുട്ടികളും ഇവിടെ ഇല്ല എന്നറിയുന്നതും. അവർ വൈഫിങ്ങനെ ഡാൻസ് മാസ്റ്ററായ കമൽരാജിൻ്റെ കൂടെ മക്കളുടെ ഡാൻസ് മാസ്റ്ററായ കമൽരാജുമായിട്ട് വൈഫ് ഇഷ്ടത്തിലായിരുന്നു. അവർ രണ്ടുപേരും ഒളിവിൽ അവർ ഫാമിലിയായിട്ട്, അതായത് എൻ്റെ കുട്ടികളുമായിട്ട് ഒളിവിൽ താമസിക്കുകയായിരുന്നു എന്ന് ഞാൻ അറിയുന്നത്. വെച്ചാൽ തന്നെ അവർ കട്ട് ചെയ്തിട്ട് പറയും ഓരോ സ്ഥലത്ത് നിൽക്കുന്നു പറയും. ഇപ്പം വീഡിയോ കോൾ വിളിക്കല് വേറെ സ്ഥലത്ത് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ കോൾ കട്ടാക്കി. രാത്രിയൊക്കെ ഞാൻ വിളിക്കുമായിരുന്നു. അപ്പോഴും വീഡിയോ കോൾ വിളിക്കുമായിരുന്നു. വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യത്തില്ലായിരുന്നു. മക്കളും എന്നോടൊന്നും പറഞ്ഞില്ല. മക്കളുടെ അടുത്ത് ഞാനിപ്പോൾ നാട്ടിൽ വന്ന് ചോദിച്ചോ പറഞ്ഞ് എന്തുകൊണ്ട് അച്ഛനോട് ഇതൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ കൊന്നുകളയുമെന്ന് പറഞ്ഞു. അച്ഛനോട് പറഞ്ഞാൽ കൊന്നുകളയും, അച്ഛൻ അറിയുമ്പോൾ അറിഞ്ഞോട്ടെ എന്നമ്മ പറഞ്ഞു. ആരുടെ കൂടെയാണ് നിൽക്കുന്ന, കമൽരാജിൻ്റെ കൂടെയാണ് നിൽക്കുന്നതൊക്കെ അച്ഛൻ അറിയുമ്പോൾ അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. എന്തായാലും സ്വന്തം മക്കളുടെ മുന്നിൽ വെച്ചായിരുന്നു അമ്മയുടെ അവിഹിത പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. തന്റെ ഡാൻസ് മാസ്റ്ററും അമ്മയും ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും മക്കൾക്ക് സംശയം തോന്നല്ലോ. അച്ഛൻ ഫോൺ വിളിക്കുമ്പോൾ അവരെന്തായാലും ഈ കാര്യങ്ങൾ പറയും. പക്ഷെ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞാണെങ്കിൽ കൊന്നു കളി എന്നുള്ളതാണ് അമ്മേന്റെ ഭീഷണി അല്ലേ. അങ്ങനെയാണ് ഇപ്പൊ രാജേഷ് പറഞ്ഞു വെച്ചത്. എന്തായാലേ ഒരു അമ്മക്ക് സ്വന്തം മക്കളോട് കൊന്നു കളയുമെന്നൊക്കെ പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ പറ്റും എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്തായാലും ഇവരെങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്ന കാര്യം ബന്ധുക്കൾ ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം രാജേഷ് പറയുന്നത് വെച്ച് നോക്കുമ്പോൾ അയാളെ നാട്ടിൽ വന്നിട്ടാണ് ഈ സംഭവം അറിയുന്നത്. ബന്ധുക്കൾ ആരെങ്കിലും ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എന്തായാലും നേരത്തെ രാജേഷിനെ വിവരം അറിയിച്ചേനെ. മേ ബി ആരും ഈ അവിഹിത ബന്ധം അറിഞ്ഞ കാണില്ല, അതായിരിക്കും അല്ലേ. എന്തായാലും നമുക്ക് ബാക്കി കൂടി കണ്ടുനോക്കാം. ഒരു പ്രശ്നമില്ല. ഇത്രയും ഞാൻ വരുന്നത് വരെ അവൾ എന്നുമായിട്ട് സംസാരിച്ച് ചിരിച്ചും കളിച്ചും സന്തോഷിച്ച് എൻ്റെ പൈസ മൊത്തം തട്ടിയെടുക്കുകയാണ് ചെയ്തത്. ഗൂഗിൾ പേ വഴിയും പല രീതിയിലും അവൾ വിളിക്കുന്നത് എന്നെ പൈസ ചോദിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. വരുമ്പോൾ അവരെ കൊണ്ട് സിനിമ കാണാൻ പോകുമായിരുന്നു, ബീച്ചിൽ പോകുമായിരുന്നു, കുട്ടികളെ കൊണ്ട് പാർക്കിൽ പോകുമായിരുന്നു. പിന്നെ അവരെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ അതെടുത്ത് കൊടുക്കുമായിരുന്നു. അങ്ങനെ പല രീതിയിലും സന്തോഷിച്ചിട്ട് തന്നെ ഹാപ്പി ആയിരുന്നു. ആ സമയത്തും ഭാര്യ കാമുകനുമായിട്ട് കണക്ഷനാണ് എൻ്റെ. അതെ, എൻ്റെ കൂടെ നിൽക്കുമ്പോഴും അവനുമായിട്ട് കണക്ഷനാണ്. ഫസ്റ്റ് 2019 1 ലക്ഷം രൂപ ടോക്കൺ അഡ്വാൻസ് കൊടുക്കുന്നത് ഞാൻ നേരിട്ട് തന്നെയാണ് കൊടുത്തത്. ആ രേഖയുടെ പേപ്പർ വെച്ചാണ് ഇവർ വ്യാജരേഖ ഉണ്ടാക്കിയിട്ട് അന്ന് 1 ലക്ഷം രൂപ 1 ലക്ഷം രൂപയാണെന്ന് ടോക്കൺ കൊടുത്തിട്ട് ഞാൻ പോകുന്ന സമയത്ത് 19 കൊറോണ സ്റ്റാർട്ടായി. 2-2.5 കൊല്ലം ലോക്ക്ഡൗണും കാര്യങ്ങളും ആ പ്രശ്നങ്ങളായിട്ട് നിന്നതുകൊണ്ടാണ് പെട്ടെന്ന് ആ സമയത്ത് പെരേഡ് എഴുതിയെടുക്കാൻ പറ്റാതിരുന്നത്. സംസാരിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ വസ്തുവിൻ്റെ ഉടമ എന്നെ ഞാൻ ബന്ധപ്പെടാനായിട്ട് വൈഫിൻ്റെ അടുത്ത് നമ്പർ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അവരിവിടെ ഇല്ല, USA പോയിക്കണം.
അവളെ പോലും കോൺടാക്ട് ചെയ്യുന്നില്ല. ഒരുപാട് പ്രാവശ്യമായിട്ട് വസ്തു ഇന്ന് എഴുതും നാളെ എഴുതും എന്ന് ഇവൾ പറയുന്നതല്ലാതെ വസ്തു എഴുതുന്നില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ കാര്യം അതൊന്നും അറിയുകയും വേണം. അവരുമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ വല്ല എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ വസ്തു ഉടമയുമായിട്ട് എനിക്ക് സംസാരിച്ച് ഇതിനൊരു തീരുമാനമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആരും അറിയാതെ വന്നത്. കമൽരാജിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ കമൽരാജിൻ്റെ ഇപ്പോഴത്തെ ഒരു 4ാമത്തെ 5ാമത്തെ പെണ്ണാണ് ഇവളെന്നാണ് അറിയപ്പെട്ടത്. ആ മണനാക്കിലും പജനമടത്തിലും ഒക്കെ തിരക്കിയപ്പോൾ, പജനമടമാണ് അവൻ്റെ സ്വന്തം സ്ഥലം, അവിടെയൊക്കെ തിരക്കിയപ്പോൾ ഇവൻ ഇതേപോലെ വീണ്ടും 1-2 പെമ്പിള്ളേരെ ഇങ്ങനെ ഒരുപാട് ക്യാഷ് പറ്റിക്കുകയും അവരുമായിട്ട് കറങ്ങുകയും അവസാനം ഇതൊന്നും വലിയ വിഷയമായിട്ട് ചാനലൊന്നും വന്നില്ല. അങ്ങനെയുള്ള ഒരു ഈ പ്രവാസികളെ ഭാര്യമാരെ വളയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം എന്നാണ് അവിടെയൊക്കെ അറിഞ്ഞത്. അതിൽ ഒരു ഏരിയയാണ് ഇപ്പോൾ നിൻ്റെ വൈഫെന്നാണ് അവിടെയുള്ള നാട്ടുകാർ എൻ്റെ അടുത്ത് പറഞ്ഞത്. നിലവിൽ വേറെ 2-3 പെമ്പിള്ളേരെ ഇങ്ങനെ തട്ടിപ്പ് നടത്തി അതൊന്നും മീഡിയയിലൊന്നും വന്നിട്ടില്ല, ആരും വെളിയിൽ മിണ്ടിയിട്ടില്ല. കാരണം ഒരു കുടുംബം ഇല്ലാതാവുമെന്ന് വെച്ചാൽ ആരും വെളിയിൽ മിണ്ടിയിട്ടില്ല. ഓക്കെ, ഇദ്ദേഹം കമൽരാജ് എന്ന് പറയുന്നത് ഭാര്യയുടെ കാമുകനാണ് കേട്ടോ. അപ്പൊ കമൽരാജുമായി റിലേഷൻഷിപ്പിലാകുന്ന 4ാമത്തെയോ 5ാമത്തെയോ പെണ്ണാണ് തന്റെ ഭാര്യ എന്നുള്ളതാണ് ഇവിടെ രാജേഷ് പറഞ്ഞു വെക്കുന്നത് അല്ലെ. അപ്പൊ ചുരുക്കി പറഞ്ഞ് ഇവന് ഇതന്നെയാണ് പണി. എല്ലാ വീട്ടിലും കയറി മക്കളെ ഡാൻസ് പഠിപ്പിക്കും, അമ്മമാരെ നൈസിലായിട്ട് ചാക്കിലിട്ടും. ഇയാളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഇയാളെ ഒന്ന് ചൂണ്ടിടുമ്പോഴേക്കും വീണ് കൊടുക്കുന്ന പെണ്ണുങ്ങളെയും പറഞ്ഞാൽ മതിയല്ലോ. വല്ലാത്തൊരു അവസ്ഥ തന്നെ അല്ലേ. എന്തായാലും ബാക്കി കൊണ്ട് കണ്ടുവെക്കാം. നിലവിൽ വേറെ 2-3 പെമ്പിള്ളേരെ ഇങ്ങനെ തട്ടിപ്പ് നടത്തി അതൊന്നും മീഡിയയിലൊന്നും വന്നിട്ടില്ല, ആരും വെളിയിൽ മിണ്ടിയിട്ടില്ല. കാരണം ഒരു കുടുംബം ഇല്ലാതാവുമെന്ന് വെച്ചാൽ ആരും വെളിയിൽ മിണ്ടിയിട്ടില്ല. ഇതിപ്പോൾ അവർ ഇപ്പോൾ ലൈവായിട്ട് അവർക്ക് അല്ല പബ്ലിക്കായിട്ട് അവർക്ക് ജീവിക്കണം എന്ന് പറഞ്ഞാണ് ഇപ്പോൾ എൻ്റെ ഭാര്യയും അവനും കൂടെ പോയിരിക്കുന്നത്. ഭാര്യ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ സെപ്പറേറ്റ് ഫോട്ടോ ഇട്ട് വിഷമിക്കേണ്ട പത്രത്തിലും ന്യൂസിലും ഒന്നും, ഞാനും കമലും കൂടെ ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ ഇട്ട് തരാടാന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് വാട്സപ്പിൽ ഒരു ഫോട്ടോ ഇട്ട് തന്നെ. അതും കൂടെ ഇട്ട് തന്നെങ്കിൽ നമ്മളെ കല്യാണം നമ്മളെത്തി 4 ആളെ അറിയിച്ചങ്ങ് കെട്ടിയേനെ എന്നാണ് വൈഫ് എന്നോട് വിളിച്ച് പറഞ്ഞിട്ട് ഫോട്ടോ ഇട്ട് തന്നിരുന്നു. മക്കൾ ഒരിക്കലും അമ്മയെ ഇനി കാണണ്ടെന്നാണ് അവർ പറയുന്നത്. മക്കൾ അമ്മയെന്ന് പോലും ഇപ്പോൾ വിളിക്കുന്നില്ല. അവളെ ഇനി നമുക്ക് കാണണ്ട, അവളും നമ്മളായിട്ടുള്ള ബന്ധം ഇനി വേണ്ട എന്നാണ് മക്കൾ പറയുന്നത്. അച്ഛൻ എന്തെങ്കിലും ഒരു കാലത്ത് വീട് മേടിക്കുകയോ വെക്കുകയോ വാടാക്കുകയോ താമസിക്കണമെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ കൂടെ വന്ന് നമുക്ക് താമസിക്കാൻ നമുക്ക് പൂർണ്ണ സമ്മതമാണെന്നാണ് എൻ്റെ മക്കൾ പറയുന്നത്. മക്കളെ അല്ല വൈഫിൻ്റെ അമ്മയും അച്ഛനും നോക്കാമെന്ന് അവർ ഏറ്റിട്ടുണ്ട്. കാരണം എനിക്കിപ്പോൾ മക്കളെ നോക്കാനുള്ളൊരു സാഹചര്യത്തിലല്ല. കാരണം 14 ലക്ഷം രൂപ എൻ്റെ കൂട്ടുകാരൻ്റെ കടം മേടിച്ചും കൂടിയാണ് ഞാൻ ഈ 30 ലക്ഷം തേച്ച് അയച്ചത്. ആ പൈസ എനിക്കിനി പോയി വേല ചെയ്ത് കൊടുത്തേ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇനി തിരിച്ച് പ്രവാസ ലോകത്ത് പോകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ജീവിതമേ വേണ്ടെന്ന് ഒക്കെ തീരുമാനിച്ച ഒരു വ്യക്തിയാണ്. ഇനി ജീവിച്ചിട്ടും കാര്യമില്ല എന്നുള്ളൂ. പിന്നെ കടമായിട്ട് 14 ലക്ഷം തന്ന അവരെ കൂടെ ചതിക്കാൻ എൻ്റെ മനസ്സ് എനിക്ക് അനുവദിക്കുന്നില്ല. അവനുമുണ്ട് 2 പെൺകുട്ടികൾ. ആ പൈസ എനിക്ക് വേല ചെയ്ത് തിരിച്ച് കൊടുത്തേ പറ്റും. മറ്റു പ്രവാസികളുടെ അടുത്ത് പറയാനുള്ളത് ഒരിക്കലും ഇനി ഒരു പ്രവാസിക്ക് ഇങ്ങനെ ഒരു അബദ്ധം സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് എല്ലാ പ്രവാസികളും വൈഫിനായിരുന്നാലും അമ്മയ്ക്കായിരുന്നാലും സഹോദരങ്ങൾക്കായിരുന്നാലും പൈസ പരമായിട്ട് അയക്കുമ്പോൾ അതിനെല്ലാത്തിനും എല്ലാ രേഖകളും കരുതി വേണം ഇനി അവർക്കൊക്കെ പൈസ അയക്കാൻ. അല്ലെങ്കിൽ എന്നെപ്പോലെ നല്ല ഭംഗിയായിട്ട് ചതിക്കപ്പെടും. അതെ, അതത്രേ ഉള്ളൂ. മനുഷ്യന്മാരുടെ കാര്യമാണ്. എത്ര നല്ല റിലേഷൻ ആണെന്ന് പറഞ്ഞാലും ഭാവിയിൽ എന്തും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പ്രവാസികളാകുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിലും ഭൂരിഭാഗം ആളുകൾക്കും ഇവരുടെ പണം മതി. പണം കായ്ക്കുന്ന മരമായിട്ടാണ് എല്ലാവരും അവരെ കാണുന്നത്. ഭാര്യയും അമ്മയും മക്കളൊക്കെ അങ്ങനെ തന്നെ. എനിക്ക് നേരിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ട്. ഇവര് ലീവിന് വരുമ്പോഴൊക്കെ ഭയങ്കര സ്വീകരണമായിരിക്കും. എന്നാ പ്രവാസം നിർത്തിയെന്ന് പറഞ്ഞാലോ അതോടെ തീർന്നു മക്കളെ. പിന്നെ പട്ടിയുടെ വരായിരിക്കും വീട്ടുകാരുടെ അടുത്ത് നിന്ന് കിട്ടുക. അതിനു മുമ്പ് ഇവർ എന്ത് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിലും അതിന് യാതൊരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ രാജേഷ് പറഞ്ഞ പോലെ തോന്നിയ പോലെ ക്യാഷ് അയച്ചു കൊടുക്കാതെ ആവശ്യത്തിന് വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്യുക. ഇയാൾ കൂട്ടുകാരന്റെ കയ്യിൽ നിന്നും മേടിച്ച തുക നോക്കി നിങ്ങൾ 14 ലക്ഷം രൂപ അല്ലേ, അതുമായിട്ടാണ് സ്വന്തം ഭാര്യ കാമുകന് കൂടെ ഇറങ്ങിപ്പോയത്. താനിപ്പോ മരിക്കാതെ പിടിച്ചു നിൽക്കുന്നത് പോലും ആ പണം തിരിച്ചു കൊടുക്കണമല്ലോ എന്നൊറ്റ ചിന്ത കൊണ്ടാണ് എന്നുള്ളതാണ് ഇവിടെ രാജേഷ് പറയുന്നത് അല്ലെ. ഇതൊരു അവസ്ഥയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും മക്കൾ ഇദ്ദേഹത്തിന് കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അങ്ങനെയും ഈ പാവത്തിന് ഒരു ആശ്വാസം കിട്ടട്ടെ, അല്ലാതെ ഇപ്പൊ എന്താ ഇതിന് പറയാ. എന്തായാലും രാജേഷിന് ഭാര്യയുടെ പ്രതികരണം കൂടി കണ്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അങ്ങനെ ഒരു കാര്യം നടന്നിട്ടേ ഇല്ല. എൻ്റെ മക്കൾ എന്തോടൊപ്പമാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇപ്രാവശ്യം ഗൾഫിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് വന്നതിന് ശേഷം എന്നെ നല്ലതായിട്ട് ഉപദ്രവിച്ചിരുന്നു. അപ്പോഴും പിള്ളേർ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേർ ഇയാൾക്ക് കാണാം അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും, എന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കും എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ 2 പിള്ളേരെ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടാക്കിയത്. അവർ 2 പേരെയും വീട്ടിലോട്ട് കൊണ്ടാക്കി കൊടുത്തു രാജേഷിനെ കാണാനായിട്ട്. രാജേഷിനെ ഞാനോട്ട് ഒരു 2.5 വർഷം കൊണ്ട് ഒരു 3 വർഷത്തിലധികമായിട്ട് നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയിലല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ വരുമ്പോഴത്തേക്ക് ഡിവോഴ്സ് തരാമെന്നും ലീവിന് വരുമ്പോഴത്തേക്ക് ഡിവോഴ്സ് തരാമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നപ്പോൾ 3 വർഷത്തിലൊരിക്കൽ വന്നിട്ട് 6 മാസത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ആക്സിഡൻറ്റ് പറ്റി കിടക്കുകയായിരുന്നു രാജേഷ്. പിന്നെ രാജേഷിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഭാര്യ അങ്ങനെ ഒരു സംഭവമില്ല. ഞാൻ രാജേഷും തമ്മിൽ 15 വയസ്സിൻ്റെ ഡിഫറൻറ്റ് ഉണ്ട്. പക്ഷേ ഈ അമ്പലം അങ്ങനെയുള്ള കാര്യത്തിലാണ് രാജേഷ് ജീവിക്കുന്നത്. പിന്നെ ഈ 30 ലക്ഷം രൂപ ഞാൻ കൊണ്ട് പോയെന്ന് പറയുന്നത് ഉറപ്പായിട്ട് ഒരു എഗ്രിമെൻറ്റ് പറയുന്നുണ്ട് രാജേഷ്. അത് 2019 ആ സമയത്ത് ഒരു എഗ്രിമെൻറ്റ് എഴുതിയായിരുന്നു ഒരു വസ്തു വാങ്ങാനായിട്ട്. പക്ഷേ അതിലൊരു 13 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയതാണ്. പക്ഷേ അത്രയും പൈസ ആവാത്തതുകൊണ്ട് അത് കൊടുത്തിട്ടില്ല. അഥവാ അങ്ങനെ രാജേഷിന് അത് കള്ളത്തരമാണെന്ന് രാജേഷിന് അറിയാമെന്നുണ്ടെങ്കിൽ രാജേഷിന് അത് ഗൾഫിൽ നിന്ന് വരുമ്പോഴത്തേക്ക് മുമ്പേ കൂട്ടി പരാതി കൊടുക്കാനുള്ളതാണ്. പക്ഷേ അതിനുശേഷം രാജേഷ് ഒരു 3-4 വർഷം നാട്ടിൽ വന്നായിരുന്നു. എന്നിട്ട് പോലും രാജേഷ് ഈ ഒരു കേസ് കൊടുത്തിട്ടില്ല. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വെച്ച് ഇതാക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഈ കേസ് കൊടുക്കുന്നതിന് മുമ്പേ രാജേഷ് എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു,
രാജേഷ് ഇങ്ങനെ കേസ് കൊടുക്കും. ഭാര്യയുടെ പ്രതികരണം എല്ലാവരും കേട്ടല്ലോ. ഇതിലിപ്പോ ആരെയാണ് നമ്മൾ വിശ്വസിക്കുക അല്ലെ? 3 വർഷമായി ഇവർ തമ്മിൽ വലിയ സുഖത്തിലല്ല എന്നൊക്കെ ഭാര്യ പറയുന്നുണ്ട്. അവിടെയും ഡാൻസ് മാസ്റ്ററുടെ റിലേഷൻഷിപ്പിനോട് നിഷേധിക്കുന്നില്ല അല്ലെ? രാജേഷിന് അമ്പലകാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ. ഞങ്ങൾ തമ്മിൽ 11 വയസ്സിന് ഡിഫറൻസ് ഉണ്ട്. ഭാര്യയെ കാണേണ്ട പോലെ എന്നെ കണ്ടിരുന്നില്ല എന്നൊക്കെയാണ് ഇവർ പറഞ്ഞിരുന്നത് അല്ലെ? ഇതുകൊണ്ട് സംഗതി എന്താന്ന് മനസ്സിലായല്ലോ. ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ സെക്സ് കുറവായിരുന്നു എന്നുള്ളത്. അതായത് രാജേഷിൽ നിന്നും താൻ ആഗ്രഹിക്കുന്ന പോലുള്ള ലൈംഗിക സുഖം കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എനിക്കെന്തോ ഇവിടെ തന്റെ അവിഹിത ബന്ധത്തിൽ ഇൻഡയറക്റ്റ് ആയി ന്യായീകരിച്ച പോലെയാണ് തോന്നിയിട്ടുള്ളത്. ഇവർ പറയുന്ന ബാക്കി കാര്യങ്ങളിലും ഒരു വ്യക്തത കുറവുണ്ട് അല്ലെ? ലൈംഗിക സുഖം കിട്ടുന്നില്ലെങ്കിൽ അത് ഭർത്താവുമായി സംസാരിച്ച് പരിഹരിക്കണമായിരുന്നു. അതല്ലാതെ അയാൾ ചീറ്റ് ചെയ്യുകയല്ലോ വേണ്ടത്. ഭർത്താവ് പോലെ, പക്ഷെ ഭർത്താവ് പണിയെടുത്ത് കിട്ടുന്ന ക്യാഷ് നമുക്ക് ഇഷ്ടം പോലെ വേണം അല്ലെ? എന്തായാലും ന്യായീകരണം കൊള്ളാം. എന്തൊക്കെ ന്യായീകരണങ്ങൾ നിരത്തിയാലും ചതിയൊന്നും ചതി തന്നെ. എന്തായാലും ഇതൊക്കെ കണ്ട ആരും ഇനി പ്രവാസിമാരുടെ ഭാര്യമാർ മുഴുവനും ഇങ്ങനെയാണ് എന്ന് മുദ്ര കുത്തരുത്. അതിന്റെ ഒരു അപേക്ഷയാണ്. മാന്യതക്കും മര്യാദക്കും ജീവിക്കുന്ന പ്രവാസിമാരുടെ ഭാര്യമായിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. സോ അവരെയും കൂടെ ആളുകളെ കൊണ്ട് മറ്റൊരു കണ്ണിലൂടെ കാണാനുള്ള വഴി ഒരുക്കരുത്. ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്. എന്താണ് ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.